നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച ശക്തമായ തിരിച്ചടിക്ക് കോപ്പുകൂട്ടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. അമേരിക്ക എടുത്തുചാടി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൻ്റെ അമർഷവും ഇസ്രായേലിനുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം മുന്നിൽ നിൽക്കവെയാണ് ആയുധം താഴെ വയ്ക്കുന്ന നടപടികളിലേക്ക് ഇസ്രായേൽ നിർബന്ധിതരായത്. ഇറാനെ സംബന്ധിച്ച ഈയൊരു വെടിനിർത്തൽ കരാറ് നേട്ടമാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സമയവും ആണവായുധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ മാറ്റിസ്ഥാപിക്കാനും ഇതിലൂടെ അവർക്ക് സാധിക്കും. അതേസമയം ഇറാൻ്റെ ആണവോർജ പദ്ധതികളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് മുന്നിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ നിന്നായി 400 കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി US കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 10ഓളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന സൂചനകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. ഇറാൻ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകും എന്നാണ് JD വാൻസ് മുന്നറിയിപ്പായി നൽകിയിരുന്നത്. ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ഇനി അറിയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ഇറാൻ എത്രത്തോളം യുറേനിയം ശേഖരിച്ചു എന്നും ഫെർദോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്നുമുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. 60% സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ 400 കിലോഗ്രാം യുറേനിയം. ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത്. ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുന്നോട്ട് പോയേക്കാം എന്നതിൻ്റെ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന റിപ്പോർട്ടുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം വ്യക്തമാക്കിയതാണ്. യുറേനിയം കൂടാതെ ചില ഉപകരണങ്ങളും ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫെർദോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത 16ഓളം ട്രക്കുകളുടെ നിര വ്യക്തമായി കാണുന്നുമുണ്ട്. എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റി എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയേക്കാം എന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത്. ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇത് മാറ്റിയേക്കാമെന്നും സൂചനകളുണ്ട്. അമേരിക്ക കൂടി ഇതിനകത്ത് കടന്നു വന്നതോടെ റഷ്യ ഇറാൻ സഹായമായി നിൽക്കുമെന്ന് കരുതുന്നില്ല. എങ്കിൽ പോലും സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു യുറേനിയം എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ സെൻട്രിഫ്യൂജുകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഇസ്ഫഹാൻ, അതുപോലെ തന്നെ ഫെർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടെയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ ഈയൊരു യുദ്ധമുഖത്തേക്ക് എത്തുന്നത്. ആക്രമണ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്ക പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നത് എന്നായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത്. അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാറുണ്ടായിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനെല്ലാം മറുപടിയായിട്ടാണ് ഖത്തറിലെ US വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകളടക്കം കഴിഞ്ഞ രാത്രി തൊടുത്തത്. തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞ അമേരിക്ക ഒരർത്ഥത്തിൽ ഇസ്രായേലിന് എതിരാകുന്ന വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. വെടിനിർത്തൽ ഉണ്ടായി എന്ന ഇരു രാജ്യങ്ങളും ആദ്യം സ്ഥിരീകരിച്ചുവെങ്കിലും ഇറാൻ ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ രംഗത്ത് വരികയായിരുന്നു. എന്തായാലും ഇതിനോട് എങ്ങനെയാകും നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ പ്രതികരിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.